ഇത് നിഫ്റ്റിയിൽ വന്ന ഓപ്ഷൻ സെല്ലിങ് സെറ്റപ്പാണ് കേട്ടോ. ഇത് മാർക്കറ്റ് ഓൾറെഡി നല്ല മൂവ്മെൻറ്റ് ഇന്ന് പോയി. അപ്പോൾ ചെറിയൊരു ട്രേസ്മെൻറ്റ് നടക്കണം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഓപ്ഷൻ സെല്ലിങ്ങാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ DK എഫക്റ്റ് ചെയ്യുന്ന സ്ട്രൈക്കുകൾ നോക്കും. ഒന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഒന്ന് 950, 900, പിന്നെ 800, 850 ഈ സ്ട്രൈക്കുകളിലാണ് ഏറ്റവും കൂടുതൽ DK എഫക്റ്റ് ചെയ്യുക. അതായത് എറ്റ് ദ മണിയും തൊട്ട് ഔട്ട് ഓഫ് ദ മണിയിൽ സ്ട്രൈക്കുകൾ. അപ്പോൾ ഇതിൽ ഇങ്ങനെ കൺഫർമേഷൻസിൻ്റെ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇൻഎഫിഷ്യൻസി ഉണ്ട്. മാർക്കറ്റ് ടെസ്റ്റ് എടുത്തിട്ട് റിജക്ഷൻ വരുന്ന സമയത്താണ് എൻട്രി ഇടുക. അപ്പോൾ ഏകദേശം കൊണ്ട് ഇവിടെ ആയിട്ടാണ് ട്രേഡിൽ എൻട്രി വരിക. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ ക്യാൻഡലിൻ്റെ ഹൈയിലായത് സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഈ എന്ത് ചെയ്യും, ഈ വിക്ക് വന്ന് ഈ ക്യാൻഡലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് വെക്കും. ഓക്കെ, ടാർഗറ്റ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ഏരിയ ആയിട്ടാണ് ടാർഗറ്റ്. നിഫ്റ്റിയുടെ റീച്ച് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എക്സിറ്റ് ചെയ്യുക. അത് പ്രീമിയം നോക്കുന്നതാണ് ഏകദേശം ഈ ഒരു പോയിന്റ്. ഇതിൽ എക്സ്ട്രാ ഒരു കൺഫർമേഷൻ എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെസ്റ്റ് എടുത്തിട്ട് പ്രോപ്പർ റിജക്ഷൻ, അതിൻ്റെ പ്രീമിയം ചാർട്ട് നോക്കുമ്പോൾ പ്രീമിയം ചാർട്ടിൽ ഓൾറെഡി ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സെല്ലിങ് നടക്കും. ഓക്കെ, അവിടുന്ന് പ്രോപ്പർ ഒരു കൺഫർമേഷൻ ക്യാൻഡലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് വാലിഡാണ്. ഏകദേശം അത്യാവശ്യം 1:6 ഒക്കെ അത്യാവശ്യം റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡിങ് സെറ്റപ്പായിരുന്നു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ ഒരു 3-3:15 ഈ ഒരു ടൈമിലാണ് ഇത് കൂടുതലായിട്ട് വർക്കാകുക. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ടാർഗറ്റിലോട്ട് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് സ്ട്രൈക്കുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പിന്നെ എനിക്ക് കിട്ടാൻ ചെറിയൊരു 10 പോയിൻ്റായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് എടുക്കുന്ന റിസ്കിൽ എന്ന് വെച്ചാൽ, അതായത് ഇവിടുന്ന് ഉണ്ടാകുന്ന റിവേഴ്സലിൽ പ്രീമിയത്തിൽ നല്ല രീതിയിലുള്ള പമ്പിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്.